ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണിത്. അതെന്തിനെ പറ്റിയാണെന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് എക്സാം പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് PSC പ്രിപ്പറേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഫൈനലി നമ്മൾ ഇന്ന് മുതലേ നമ്മുടെ ലോങ് ഫോം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എഫക്റ്റീവ് എക്സാം പ്രിപ്പറേഷൻ. വിത്തൗട്ട് എനി ഫർദർ ഡിലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ടിപ്സ് എന്ന് പറഞ്ഞാൽ സിലബസ് അനാലിസിസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? സിലബസ് കൃത്യമായി മനസ്സിലാക്കണം എന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഏതൊരു എക്സാം പ്രിപ്പറേഷൻ ആവട്ടെ, അതിൽ ഫസ്റ്റ് അറിയേണ്ടത് നമ്മൾ അതിൻ്റെ സിലബസ്, കറക്റ്റ് സിലബസ് നമ്മുടെ കയ്യിൽ കാണുമല്ലോ. നമ്മളൊന്നെങ്കിൽ അത് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളിരുന്ന് എഴുതി വയ്ക്കുക. എന്തെന്ന് വെച്ചാൽ അത് അവരവരുടെ ഇഷ്ടം, ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ. അതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ദെൻ സെക്കൻഡ് ടിപ്പ് എന്താ? സ്റ്റഡി പ്ലാൻ ആൻഡ് കൺസിസ്റ്റൻസി. നമുക്ക് വേണ്ട ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. ഏത് ദിവസം എന്ത് പഠിക്കണം, ഇത്ര പഠിക്കണം. നമ്മൾ എന്തായാലും ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു കൺസിസ്റ്റൻസ് ആവും. ഇത്ര ദിവസം കൊണ്ട് ഇന്നത് തീർക്കണം, അല്ലെങ്കിൽ ഈ ദിവസം ഇതാണ് നമ്മുടെ ടോപ്പിക്ക് എന്നാകുമ്പം തന്നെ അത് സ്റ്റഡി പ്ലാനും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൺസിസ്റ്റൻസിയിൽ നടന്നു പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ചെയ്യാത്തവർ അതൊന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് ടിപ്പാണ് SCERT ടെക്സ്റ്റ് ബുക്കുകൾ. അപ്പം നമ്മുടെ ഒരു എക്സാമിന് നമ്മൾ ആദ്യമായിട്ട് ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നത് കാണും. ഫസ്റ്റായിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ നേരെ റാങ്ക് ഫയലിലോട്ടല്ല പോവേണ്ടത്. നമ്മുടെ ഫസ്റ്റ് SCERT ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, ലക്ഷ്യ പോലത്തെ പബ്ലിക്കേഷൻസിൻ്റെ ഓരോ സബ്ജക്ട്സ് ഉൾക്കൊള്ളുന്ന ഓരോ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അത് വാങ്ങി നമ്മളെ ബേസ് ഒന്ന് സ്ട്രോങ് ആക്കണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഈ റാങ്ക് ഫയലൊക്കെ നോക്കുമ്പോൾ ഇത്തിരി നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ തോന്നും. പക്ഷേ ഈ SCERTയുടെ ചെറിയ ഓരോ സോഷ്യൽ സയൻസ്, മാത്സ് അങ്ങനെ ഓരോന്നിനും ചെറിയ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അത് വാങ്ങി പഠിക്കുമ്പോൾ നമുക്ക് ഈ വലിയ ഭാരമായിട്ട് തോന്നത്തില്ല. നമുക്ക് ഓക്കെ ആണ്, നമുക്കിത് പഠിച്ച് സെറ്റാവാമെന്ന് തോന്നും. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ PYQ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണല്ലോ. നമ്മൾ ഏതൊരു എക്സാമിന് പോകുമ്പോഴും PYQ ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് എക്സാം കയറുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ആണ്. അതുമാത്രമല്ല, നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരുന്നത് ഒരു പാറ്റേൺ മനസ്സിലാവും. ഇപ്പം 10th പ്രിലിംസ് എങ്ങനെയാണ്, ഡിഗ്രി പ്രിലിംസ് എങ്ങനെയാണ്, അത് തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട്. ഇപ്പം അല്ലാതെ നമ്മൾ സാധാ പഠിച്ചുകൊണ്ട് പോയാൽ എന്താ PYQൽ എല്ലാത്തിലും ഇംഗ്ലീഷ് കാണും, എല്ലാത്തിലും മലയാളം കാണും, നമ്മൾ അങ്ങനെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ടിപ്പാണ് നോട്ട് മേക്കിംഗ്. എന്ന് വെച്ചാൽ ഷോർട്ട് നോട്ട് മേക്കിംഗ്. നമുക്കപ്പോൾ കയ്യിൽ സിലബസ് ഉണ്ട്, പഠിക്കേണ്ട ടോപ്പിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? അതിനനുസരിച്ച് പഠിക്കുമല്ലേ. പഠിക്കുമ്പോൾ ഓരോ ദിവസത്തെ നോട്ട് നമ്മൾ തന്നെ തയ്യാറാക്കണം. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ട് ഫോമായിട്ട് നമുക്ക് എങ്ങനെയാണോ മനസ്സിലാവണം അത് രീതിയിൽ ചെറിയ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അതെന്ന് പറഞ്ഞൊരു വലിയൊരു റിവിഷൻ സമയത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഷോർട്ട്സ് നോട്ട്. നമുക്ക് ചില വർഷങ്ങൾ ചില പേരുകൾ ഒക്കെ നമുക്ക് മറന്നിരിക്കുകയായിരിക്കും. ആ സമയത്ത് എന്തെന്ന് ആലോചിച്ച് ആ ടെക്സ്റ്റ് ബുക്ക് മൊത്തം കിടന്ന് കവർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ നമ്മളെ കുറിച്ച് വെച്ച ഷോർട്ട് നോട്ട് എടുത്ത് നോക്കുമ്പം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഓരോ ടോപ്പിക്ക് നമുക്ക് ചെറിയ ഇപ്പം ഒരു പേജിനുള്ളിൽ നിൽക്കണം ആ ഷോർട്ട് നോട്ട്. അപ്പോൾ ഇതാണ്, ഈ ടിപ്സുകളാണ് എഫക്റ്റീവ് എക്സാം പ്രിപ്പറേഷനുള്ളത്. അപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക എല്ലാവരും. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വീഡിയോസ്, ലോങ് വീഡിയോസ് തന്നെ ഏതെങ്കിലും സിലബസിനെ പറ്റിയോ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നതിനെ പറ്റിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ഇടാം. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ.